എന്നിട്ട് വീണ്ടും ഈ പൈശാചികതയിലേക്ക് ഈ ശൈത്താന് എന്തൊക്കെ കഴിവാന്നറിയപ്പെടുണ്ടാക്കുന്നത്? എന്തെല്ലാം കഴിവ്? ശൈത്താനുള്ള കഴിവ് എന്താണെന്ന് ഇവിടെ ഖുർആനിൽ മനസ്സിലാക്കുന്നതിന് അപ്പുറം വേറെ തീരുമാനം. ആദം നബി മുതൽക്ക് ഈ ജനങ്ങളെ ഞാൻ വഴിപിഴപ്പിച്ചിട്ടേ അടങ്ങൂ, നിന്റെ വളരെ ആത്മാർത്ഥതയുള്ള ഏതാനും അടിമകൾ ഒഴികെ എന്ന് പറഞ്ഞ് അള്ളാന്റെ മുന്നിൽ തന്നെ പ്രതിജ്ഞ ചെയ്തിട്ട് ഇറങ്ങിയൊന്നാണല്ലോ. ആരാണ് അതിനെ നിഷേധിക്കുന്നത്? നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അള്ളാഹുവിനോട് അഭയം തേടിയിട്ടില്ല, അവരിൽ തവക്കുലാക്കിയിട്ടില്ല നമ്മൾ ഇറങ്ങുന്നത്. ഏതൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? എന്നിട്ട് സമൂഹത്തെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക. അതൊക്കെ ശൈത്താന്റെ വിശ്വാസമില്ല. ഇവര് ഇങ്ങനെ ദിക്റും ദുആയും അതേ പ്രകാരം അത്തരം പ്രാർത്ഥനകളിൽ നിന്നൊക്കെ ഒഴിവാണ് ഇവര്. എന്നിട്ട് അതിന് ഒരു ആലങ്കാരിക പ്രയോഗവും ഹദീസ് നിഷേധികൾ. എന്താണ് ഇത്? അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാവുന്നൊരു കാര്യമാണോ? ഹദീസ് നിഷേധികൾ എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുമോ നമുക്ക്?